നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രത്തിലെ ആദ്യത്തെ 45 നാഴിക വരുന്നത് തുലാക്കൂറിലാണ്. ശേഷം 15 നാഴിക വരുന്നത് വൃശ്ചികൂറിലാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ദൈവാധീനം കുറഞ്ഞ സമയമാണ്. കാരണം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൈവാധീനം ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയും, 5ാം ഭാവാധിപതി ശത്രു സ്ഥാനാധിപതിയാണ്, സഹായ സ്ഥാനാധിപത്യം വഹിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം. അതുപോലെ തന്നെ ലഗ്നാധിപതി ഉച്ചബലവാനാണെങ്കിലും ശത്രുസ്ഥാനത്തേക്ക് പോയി. അപ്പോൾ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ദൈവാധീനം തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അത് കാരണം എന്ത് ചെയ്താലും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിലവ് ജാസ്തി വരാനും വരുമാനം കുറയാനും യോഗമാണ്. കാൽപാദത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ അലസപ്രശനി നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ്. സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും പൊതുവെ കുറച്ച് അലസതയൊക്കെ വർദ്ധിക്കാനുള്ള യോഗമുള്ള സമയം കൂടിയാണ്. എല്ലാ ഗ്രഹങ്ങളുടെയും അനിഷ്ടഭാവസ്ഥിതിയാണ് കാണുന്നത്. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു നവഗ്രഹ പൂജ ചെയ്തിട്ട് എല്ലാ ഗ്രഹങ്ങളുടെയും പ്രീതി വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ്. ആ ഭാഗ്യാധിപതി പക്ഷേ ശത്രുസ്ഥാനത്തിലാണ്, നീചത്തിലാണ്. അപ്പോൾ വിദേശത്ത് വീട് വിട്ട് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനുള്ളൊരു സാധ്യത ഈ സമയത്ത് കാണുന്നുള്ളൂ. അതുപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, നല്ല സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവർ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രബലമായിരിക്കുന്ന ശത്രുദോഷം ഉണ്ടാകുകയും ശത്രുത തോന്നി അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ഇടവരികയും ചെയ്യാൻ വരെ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കാരണം കൊണ്ട് നമ്മൾ സംസാരം ശ്രദ്ധിക്കണം, നമ്മളുടെ പെരുമാറ്റങ്ങൾ, സാമ്പത്തിക ഇടപാടുകളൊക്കെ കൃത്യമാകാനായിട്ടുള്ള ശ്രദ്ധ വേണം. അതിനോടൊപ്പം നല്ല പരിഹാരങ്ങൾ വേണം. ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി ചെയ്യുക, നെയ്വിളക്ക് ചെയ്യുക, ഗണപതി ഹോമം നടത്തുക, ദേവീക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി കഴിപ്പിക്കുക, ഒരു കടുംപായസം നടത്തുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, നാഗപൂജ ചെയ്യുക. അതിനോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി, പാൽപ്പായസം, നെയ്വിളക്ക്, ഇത്രയും വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ അനുകൂലമായിക്കൊള്ളും. അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള സംഘർഷവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 6ാം ഭാവത്തിൽ പാപയോഗത്തോടു കൂടി നിൽക്കുന്ന ശുക്രനായത് കാരണം കൊണ്ട് അത് സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയത്തിലും വാഹന സംബന്ധമായിട്ടും ധനനഷ്ടം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പേരുദോഷം പോലെ മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടവരിക, കാൽപാദത്തിന് വേദന ഉണ്ടാകുക, 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 20 രൂപ ചിലവാക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നവഗ്രഹ പൂജ ചെയ്യാനും മറക്കരുത്. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അലസത വർദ്ധിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു നിരാശ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ തീർക്കാനായിട്ടും നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അലസത ഒരു കാര്യത്തിനും അനുകൂലമായിരിക്കുന്ന ഗുണത്തെ ചെയ്യാത്തത് കാരണം കൊണ്ട് നിരാശയല്ല, പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. പരിഹാരങ്ങളും ചെയ്യുക, നല്ല പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.